എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ലൂഫിനെയാണ് കാണിക്കുന്നത്. കുറോനെ കണ്ടിട്ട് പൈറേറ്റ്സ് ഓൾറെഡി പേടിച്ച് നിൽക്കുവാണ്. കുറോ പറയാണ്, ഈ ഇവന്മാരാണോ നിങ്ങൾ ഇത്രയും നേരം പിടിച്ചു നിർത്തിയത്? എനിക്കിത് ആലോചിക്കാനേ പറ്റുന്നില്ല. ബ്ലാക്ക് ആറ്റ് പൈറേറ്റ്സ് അത്രയും മുന്നോട്ട് പോയോ ജാങ്കോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ജാങ്കോ പറയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ഇവരെ വെറുതെ വിടാൻ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ. കുറോ പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു. അതിന് നമുക്കറിയാവുന്നതല്ലേ ഇവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. പക്ഷേ എനിക്കറിയാൻ പാടില്ലായിരുന്നു നിങ്ങൾ ഇത്രയും വീക്കായിരുന്നതാണ്. ഞങ്ങളോ വീക്കോ? നിങ്ങൾ പറയുന്ന സൂക്ഷിക്കണമെന്ന് പറയുകയാണ് ബുച്ചിയും ശ്യാം. അതെ, നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അത് 3 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. നിങ്ങൾ ഈ വില്ലേജിൽ ഇപ്പോൾ സുഖിച്ച് ജീവിക്കുമല്ലേ, ഞങ്ങളവിടെ വെറുതെ ഇരിക്കുമല്ലായിരുന്നു. ഞങ്ങൾ കുറേ ടൗൺസൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, പൈറേറ്റ്സിനെയൊക്കെ തകർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് ഈ മ്യൂബോൺ ബ്രദേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുവാണ്. അപ്പോൾ ജാങ്കോ അവിടുന്ന് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ നേരെ കുറോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് സോറോ ആണെങ്കിൽ ഞാൻ ഇട്ടുവാണ്. കുറോ ആണെങ്കിൽ ഇവന്മാരെ തിരിച്ച് അറ്റാക്ക് ചെയ്യണം. കുറോന്റെ കാലിന്റെ സ്പീഡ് കണ്ടിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതിനെയാണ് ഈ പുസി ഫുഡ് മാനർ എന്ന് പറയുന്നത്. ജാങ്കോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 50 അസാസിൻസ് ഉള്ള ഒരു ഗ്രൂപ്പിനെ വരെ കുറോ ഇതിന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും, അയാളെ അവർ സെൻസ് ചെയ്യുന്നതിന് മുന്നേ. ജാങ്കോ പറയാണ്, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 ഇയേഴ്സിന് ശേഷം അയാൾക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോഴേക്കും കുറോ പറയാണ്, 5 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, അതിനു മുന്നേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർക്കണം. ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും എൻ്റെ കൈ കൊണ്ട് തന്നെ എന്ന് പറയണം. പൈറേറ്റ്സ് ഒക്കെ ഇത് കേട്ടിട്ട് വീണ്ടും പേടിക്കുന്നുണ്ട്. ജാങ്കോ പറയാണ്, 5 മിനിറ്റ്സ് ഒക്കെ ഇന്നഫാണ് എന്ന് പറയുകയാണ്. അതിനുള്ളിൽ ഇവനെ നമുക്ക് ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജിലോട്ട് പോകാൻ പറ്റുമെന്ന് സോറോനെ നോക്കി പറയുവാണ്. ന്യൂബോൺ ബ്രദേഴ്സ് ആണെങ്കിൽ വീണ്ടും സോറോനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. സെയിം ടൈം നാമയാണെങ്കിൽ സോറോന്റെ ബാക്കി 2 സോർട്സും എടുത്തു കൊടുക്കുന്നുണ്ട്. സോറോ ഒറ്റ വെട്ടിന് ഇവരെ 2 പേരെയും ഡിഫീറ്റ് ചെയ്യുവാണ്. കുറോ പറയുന്നുണ്ട്, ഇനി 4 മിനിറ്റുകളും കൂടെ. എല്ലാവരും ഇത് കണ്ടിട്ട് ഞെട്ടുവാണ്. ജാങ്കോ പറയുന്നുണ്ട്, ഇവന് ഭയങ്കര സ്ട്രോങ് ആണ്, അതും ഒറ്റ ഹിറ്റിൽ ന്യൂബോൺ ബ്രദേഴ്സിനെ തകർക്കണമെങ്കിൽ ഇവൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുവാണ്. സോറോ പറയുന്നുണ്ട് കുറോനോട്, നീ പേടിക്കണ്ട, നിന്റെ 5 മിനിറ്റ് തീരുന്നതിന് മുന്നേ എല്ലാത്തിനെയും ഞാൻ ഡിഫീറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ കുറോ പറയുവാണ്, ഇനി 3 മിനിറ്റും കൂടെ ബാക്കിയുണ്ടെന്ന്. അപ്പം ബുച്ചിയാണെങ്കിൽ ഡിഫീറ്റ് ആയിട്ടില്ല. ബുച്ചിയാണെങ്കിൽ ജാങ്കോനെ കാലിൽ പിടിച്ചിട്ട് പറയാണ്, ക്യാപ്റ്റൻ എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യണം, ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്തോളാം, എന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് സ്ട്രോങ് ആക്കുന്നൊക്കെ പറയുവാണ്. അപ്പോൾ കുറോ ആണെങ്കിൽ സോറോനോട് പറയുന്നുണ്ട്, അവൻ ജീവിച്ചിരിപ്പുണ്ട്, നോക്ക് നീ ക്ലംസി ആണെന്നൊക്കെ പറയുവാണ്. അങ്ങനെ ജാങ്കോ ഹിപ്നോട്ടൈസ് ചെയ്ത് ബുച്ചിനെ സ്ട്രോങ് ആക്കുവാണ്. സോറോനെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. സെയിം ടൈം നാമയാണെങ്കിൽ ലൂഫിയുടെ അടുത്തോട്ട് ഓടിപ്പോവാണ്. ഇതാണ് എൻ്റെ ചാൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ ടൈം ജാങ്കോ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ഈ പെണ്ണ് ഇത് എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ജാങ്കോന്റെ ഹിപ്നോട്ടൈസിങ് റിങ് കറക്കി എറിയുവാണ്. നാമിയാണ് എണ്ണിക്കെന്നും പറഞ്ഞ് ലൂഫിനെ ചവിട്ടുന്നതും ഈ റിങ് നാമിയുടെ അടുത്ത് വരുന്നതും സെയിം ടൈമാണ്. പക്ഷേ ആ സമയത്ത് ലൂഫി എണ്ണിക്കുന്നുണ്ട്. ലൂഫി എന്നിട്ട് ആ റിങ്ങിനെ കടിച്ച് പൊട്ടിച്ച് കളയുവാണ്. പൈറേറ്റ്സ് ഒക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര അന്തം വിടുന്നുണ്ട്. അപ്പോഴാണ് ലൂഫി നാമിയുടെ ഇഞ്ചുറി നോക്കുന്നത്. നാമി പറയുവാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു, നമുക്ക് ഈ ഫൈറ്റ് ഒരിക്കലും തോക്കാൻ പറ്റത്തില്ല, സോ നീ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് നാമി അവിടെ വീഴുവാണ്. സെയിം ടൈം കുറോ പറയാണ്, 1 മിനിറ്റും കൂടെ എന്ന്. പൈറേറ്റ്സ് ഒക്കെ അന്തം വീഴുവാണ്. ജാങ്കോ ആണെങ്കിൽ ബുച്ചിനോട് പറയാണ്, സോറോനെ നീ അറ്റാക്ക് ചെയ്തോ, സ്ട്രോ ഹാറ്റിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. അപ്പോഴേക്കും കുറോ പറയാണ്, നിങ്ങളുടെ 5 മിനിറ്റ് കഴിഞ്ഞു, എല്ലാവരെയും കൊല്ലാനുള്ള ടൈമായെന്ന്. അപ്പം കുറോ ആണെങ്കിൽ ലൂഫിനെ നോക്കിയിട്ട് പറയുവാണ്, ഇവൻ ചത്തില്ലേ, ഇവൻ ആ വലിയ ക്ലിഫിന്റെ മണ്ടയിൽ വേണ്ടി ഇതുവരെ മരിച്ചില്ലേ എന്ന് പറയാണ്. സെയിം ടൈമാണ് കയ അങ്ങോട്ടേക്ക് വരുന്നത്. കുറോ ആണെങ്കിൽ പറയുവാണ്, എന്നെ പുറകിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവളെ അറ്റാക്ക് ചെയ്യുവാണ്. ഉസോപ്പ് ആണെങ്കിൽ കയനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കയ പറയുവാണ്, ഉസോപ്പ് നീ ഓക്കെ ആണോ? അപ്പോൾ ഉസോപ്പ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്ത് ചെയ്യുക കയ? കയ പറയാണ്, എന്നോട് സോറി, ക്ലാഡോർ ഒരു പൈറേറ്റ് ആണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ഉസോപ്പ് പറയാ, അതൊക്കെ നീ വിട്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ നിന്നോട് കൂടി രക്ഷപ്പെടാൻ പറഞ്ഞതല്ലേ, നിന്റെ ലൈഫ് ഡേഞ്ചറിലാണ്. കയ പറയാണ്, ഞാൻ നിന്നെ എത്ര ബാഡായിട്ടാണ് ട്രീറ്റ് ചെയ്തത്, എന്നിട്ടും നീ എനിക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തത്, എനിക്ക് അങ്ങനെ ഓടിപ്പോകാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ക്ലാഡോർ പറയാണ്, കയ നീ ഇവിടെ എന്തോ ചെയ്യുന്നത്? കയ പറയാണ്, ഇത് നിർത്ത് ക്ലാഡോർ, ഇത് നിർത്ത്, മേരി എന്നോട് എല്ലാം പറഞ്ഞു. അപ്പോഴാണ് അവിടെയുള്ള ബാക്കി എല്ലാവരും കയനെ കാണുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇനി വില്ലേജ് ഒന്നും അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇവളല്ലേ നമ്മുടെ ടാർഗറ്റ്, ഇവൾ ഇങ്ങോട്ട് വന്നല്ലോ, ഇവളെ കൊന്നു കഴിഞ്ഞാൽ കാര്യം കഴിയുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ കയ പറയുവാണ്, ക്ലാഡോർ പ്ലീസ്, നിനക്ക് എൻ്റെ സ്വത്തെല്ലാം വേണമെങ്കിൽ എടുത്തോ, ഞാൻ എല്ലാം നിനക്ക് തരാം, പക്ഷെ നീ ഈ നിമിഷം ഈ വില്ലേജ് വിട്ട് പോകണം എന്ന് പറയണം.
അപ്പോൾ ക്ലാഹഡോർ പറയുവാണ്, നിന്റെ സ്വത്തെല്ലാം ഞാൻ ഗ്ലാഡായിട്ട് അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ എനിക്ക് വേണ്ട വേറൊരു കാര്യവും കൂടെ ഉണ്ട്, സമാധാനം. കൈയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ക്ലാഹഡോർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ വില്ലേജേഴ്സിൻ്റെ ട്രസ്റ്റൊക്കെ പിടിച്ച് വാങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നത്. എനിക്ക് അതും വേണം, മണിയും വേണം. ചുരുക്കം പറഞ്ഞാൽ പൈറേറ്റ്സിനെല്ലാം ഈ വില്ലേജിലോട്ട് വരെയും വേണം. നീ മുദ്രപത്രത്തിൽ എൻ്റെ പേര് എഴുതി തന്നിട്ട് മരിക്കുകയും വേണം. ഇത് രണ്ടും നടക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ കയ പറയുന്നുണ്ട്, ഇല്ല നീ ക്ലാഹഡോർ അല്ല, ക്ലാഹഡോർ ഇങ്ങനല്ല എന്നൊക്കെ കയ പറഞ്ഞിട്ട് കാര്യമാണ്. സെയിം ടൈം കയ ആണെങ്കിൽ ഒരു ഗൺ എടുക്കുന്നുണ്ട്. ഉസപ്പാണെങ്കിൽ അവളുടെ കാലിൽ പിടിച്ചിട്ട് പറയാണ്, സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല, നീ ഓടുക എന്നൊക്കെ പറയുവാണ്. അപ്പം കയ പറയുവാണ് ക്ലാഹഡോറിനോട്, ഇപ്പം നീ ഈ വില്ലേജ് വിട്ട് പോകണം. അപ്പോൾ ക്ലാഹഡോർ പറയുവാണ്, ഓ നീ എനിക്ക് നേരെ ഗണ്ണ് ചൂണ്ടിയോ? അപ്പോൾ കയ പറയാൻ, നീ ഇവിടുന്ന് പൊക്കോ, ഇപ്പോൾ പൊക്കോ എന്നൊക്കെ പറയുവാണ്. ക്ലാഹഡോർ പറയുവാണ്, ഈ 3 വർഷത്തിൽ നീ കുറേ വളർന്നു, ഓർമ്മയുണ്ടോ? കുറേ കാര്യങ്ങൾ സംഭവിച്ചു, നമ്മൾ ഒന്നിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കുറേ മെമ്മറീസ് ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കയയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെ സിറ്റിയിൽ വന്നിട്ടുണ്ട്, നിനക്ക് പനിയുള്ളപ്പോഴെല്ലാം നിന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്, നീ എൻ്റെ കൂടെ കുറേ ഹാപ്പി ആയിരുന്നു, നീ എൻ്റെ കഥയൊക്കെ കേട്ട് കുറേ ചിരിച്ചിട്ടൊക്കെയുണ്ട്. ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തത്? കുറേ നാളെ ഞാൻ അതെല്ലാം സഹിച്ചു. കയാണെങ്കിൽ നല്ലോണം കരയുവാണ്. ക്ലാഹഡോർ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവളുടെ കയ്യിൽ നിന്നാണെങ്കിൽ തോക്കൊക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് ക്ലാഹഡോർ പറയുവാണ്, ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഈ ദിവസത്തിന് വേണ്ടിയിട്ടാണ്, നിന്നെ ഇന്ന് കൊല്ലാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞ് തീരുമ്പോഴേക്കും ആ ഗണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഹഡോറിൻ്റെ കയ്യിലോട്ട് എത്തുന്നുണ്ട്. കയാണെങ്കിൽ ഞെട്ടി നിൽക്കുവാണ്. ഉസോപ്പിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ക്ലാഹഡോർ പറയുവാണ്, ഈ ഇൻസൾട്ട് മൊത്തം ഒരു പൈറേറ്റായ ഞാൻ ഡെയിലി സഹിച്ചു എന്ന് പറയുകയാണ്. ലൂഫിക്കും ദേഷ്യം വന്ന് നിൽക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും താഴെ വീണ് കിടക്കുന്ന ഗണ്ണെടുത്തിട്ട് ഉസോപ്പാണെങ്കിൽ ക്ലാഹഡോറിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ക്ലാഹഡോർ ആണെങ്കിൽ തിരിച്ച് പുള്ളിയുടെ ഫുഡ് വർക്ക് യൂസ് ചെയ്തിട്ട് നേരെ ഉസോപ്പിൻ്റെ പുറവിലോട്ട് വരുവാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശരിയാ, നീ എന്നെ അടിച്ചത് ഞാൻ മറന്നിട്ടില്ല, അതിനിതുവരെ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുകയാണ്. സെയിം ടൈം നമ്മൾ നോക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ സ്ട്രെച്ചായി വന്നിട്ട് ക്ലാഹഡോറിനെ ഇങ്ങനെ ഇടിച്ച് തെറിപ്പിക്കുന്നത് കാണുവാണ്. ക്ലാഹഡോർ ആണെങ്കിൽ പറന്നു പോയി ബോധം കെട്ട് വീഴുവാണ്. അപ്പോൾ ഇത് ലൂഫിയാണ്. ലൂഫി പറയുകയാണ്, നിനക്ക് ഇടി കിട്ടുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ലേ, എൻ്റെ അടുത്ത് നിനക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു 100 പഞ്ച് വേറെ ഇരിപ്പുണ്ടെന്ന് പറയാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുകയാണ്.